തുടർച്ചയായി 4 ദിവസം നീണ്ടുനിന്ന ലൂസിംഗ് സ്ട്രൈക്കിന് ശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നാസ്ഡാക്കും S&Pയും മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസ് മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. വീക്ക് എക്കണോമിക് ഔട്ട്ലുക്കും ട്രംപിൻ്റെ പോളിസികളും അമേരിക്കൻ മാർക്കറ്റിനെ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ടെക് സെക്ടറിലെ സ്റ്റോക്കായ എൻവിഡിയ എന്ന സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നിരുന്നു. എൻവിഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ മികച്ചതായതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻവിഡിയയിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. എൻവിഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് മറ്റുള്ള ടെക് കമ്പനികളും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ടെക് ആൻഡ് IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അമേരിക്കയുടെ 10 വർഷത്തെ ട്രഷറി ഈൽഡ് 4.3% നിന്നും 4.26% ഇടിഞ്ഞതും ഇക്വിറ്റി മാർക്കറ്റിന് അനുകൂലമായ ഒരു ഘടകമാണ്. എന്നാൽ നാളെ പുറത്തു വരുന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ നമ്പറിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ. ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ചൊവ്വാഴ്ചയും 3529 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3030 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഹൈദരാബാദിലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രേഡിയൻ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ US FDA ഇൻസ്പെക്ഷൻ നടത്തി. ഈ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വാരി എനർജി എന്ന കമ്പനിക്ക് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ സബ്സിഡറി കമ്പനിയായ ABREL EPC ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും 410 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 111 കോടി രൂപയുടെയും 56 കോടി രൂപയുടെയും 2 സെപ്പറേറ്റ് ഓർഡറുകൾ ലഭിച്ചു. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി മധ്യപ്രദേശ് ഗവൺമെൻറ്റുമായി ചേർന്ന് മധ്യപ്രദേശിൽ റിന്യൂവബിൾ എനർജി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ, വിൻഡ്, ഹൈബ്രിഡ്, BES, ബയോമാസ് ബേസ്ഡ് ആയിട്ടുള്ള 1.8 ജിഗാവാട്ട് ശേഷിയുള്ള പ്രൊജക്റ്റുകളായിരിക്കും കമ്പനി സെറ്റപ്പ് ചെയ്യുക. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അദാനി സൂർ ഊർജ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും 1250 മെഗാവാട്ട് ശേഷിയുള്ള എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഈ ഓർഡർ 76,53,226 രൂപ പെർ മെഗാവാട്ട് പെർ ഇയർ എന്ന റേറ്റിലായിരിക്കും കമ്പനിക്ക് പേയ്മെൻറ്റ് നൽകുക. ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആംപിൻ എനർജി യൂട്ടിലിറ്റിയുമായി ചേർന്ന കമ്പനി ഒരു ബൈൻഡിംഗ് ടൈം എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ടാറ്റ പവർ എന്ന കമ്പനി ആസാം ഗവൺമെൻറ്റുമായി സഹകരിച്ച് 5000 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ ആൻഡ് ക്ലീൻ എനർജി പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി ഡിവിഡൻറ്റ് മാർച്ച് 5 പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ കോഫോർജ് എന്ന സ്റ്റോക്കിനെയും കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 4 വിളിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് അവൻ്റലാണ്. അവൻ്റൽ എന്ന കമ്പനിക്ക് L&Tയുടെ സൈഡിൽ നിന്നും 1.64 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവൻ്റൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ SBC ബിവറേജ് ഗാന ലിമിറ്റഡിനെ അക്വയർ ചെയ്യാനുള്ള പ്ലാനിൽ ഒരല്പം ഡിലേ വന്നിട്ടുണ്ട്. $15.06 മില്യൺ വരുൺ ബിവറേജ് SBC ബിവറേജ് ഗാന ലിമിറ്റഡിനെ അക്വയർ ചെയ്യുന്നത്. എന്നാൽ റെഗുലേറ്ററി അപ്രൂവൽസ് ലേറ്റ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അക്വിസിഷൻ ഡിലേ ആകാൻ സാധ്യതയുണ്ട്. PNGS ഗാർഗി ഫാഷൻ ജ്വല്ലറി മധ്യപ്രദേശിലെ ഇൻഡോറിൽ പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. TV ടുഡേ നെറ്റ്വർക്ക് എന്ന കമ്പനി ക്രിയേറ്റീവ് ചാനൽ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുന്ന 20 വർഷത്തെ FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പറേഷൻ റൈറ്റ് 20 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനിയാണ്. അൾട്രാടെക് എന്ന കമ്പനി കൺസ്ട്രക്ഷൻ വാല്യൂ ചെയിൻ സെഗ്മെൻറ്റിൽ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1800 കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാൻ കമ്പനി നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ കേസോറാം ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ഹോൾഡിംഗ് വാങ്ങുകയും ചെയ്യും. ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ബോറോസിൽ റിന്യൂവബിൾ ക്ലീൻ മാക്സ് പൃഥ്വി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഏകദേശം 17.82 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 49% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ എന്ന കമ്പനി 150-ലധികം എയർ കണ്ടീഷണേഴ്സിൻ്റെ മോഡൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇമാജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓപ്പറേറ്റർ കമ്പനി മാൽപ്പാനി പാർക്സ് ഇൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.